അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്ന അറിവ് എല്ലാവർക്കും ഉപകരിക്കും. വളരെ എഫക്റ്റീവായ ഒരു അറിവാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ജീവിതത്തിൽ പകർത്തിക്കൊള്ളുവിൻ. ആരും തന്നെ ഒഴിവാക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്നവർ, ക്യാഷ് ഇല്ലാത്തവർ, എല്ലാവരും ചൊല്ലുക. മാറ്റം ഉറപ്പായും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ റബ്ബ് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീ പോലും അറിയാതെ നിന്റെ കയ്യിൽ ക്യാഷ് വന്നു ചേരാൻ ഈ ദിക്ർ പതിവാക്കുക. അല്ലാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് സാധിച്ചാൽ, പതിവാക്കി വരുന്നവർക്ക് സാമ്പത്തിക ഉണ്ടാകൽ അനിവാര്യമാണ്. പറഞ്ഞു വരുന്നത്, അവൻ അറിയാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് അവനെ തേടിയെത്തും. വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് എന്ന ഈ ദിക്ർ പതിവാക്കി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുകയും അയാൾ അറിയാത്ത രൂപത്തിൽ അയാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും നല്ല സുഖജീവിതം ലഭിക്കുകയും ചെയ്യും. ആരെങ്കിലും ഇത് പാതിരാത്രി എഴുന്നേറ്റുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ദിക്റിനെ, ഈ നാമത്തെ 7 തവണ പതിവായി ചൊല്ലിയാൽ അള്ളാഹു അയാളെ ആരെയും ആശ്രയിക്കാത്ത രൂപത്തിൽ നല്ല സമ്പത്തുള്ളവനാക്കി മാറ്റിക്കിട്ടുമെന്ന് ഇമാമിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. ഭൗതികവും പാരിത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം പതിവാക്കുക. ചരിത്ര താളുകളിൽ നമുക്കൊക്കെ കാണാൻ സാധിക്കും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആ നബിക്ക് ഭരണം ലഭിച്ചത്, എല്ലാം ലഭിക്കാൻ കാരണമായത് ഈ ദിക്ർ കാരണമാണെന്നറിയാം. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലുമ്പോൾ നന്നായി വുളൂ ചെയ്തുകൊണ്ട് ഈ ദിക്ർ പതിവാക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലിത്തീർക്കാൻ പറ്റുന്നത് അത്രയും ചൊല്ലിത്തീർക്കുകയും ഇന്നു മുതൽ എല്ലാവരും പതിവാക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്കത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.